ഇത്രയും തരാതെ ഒറ്റയ്ക്ക് പോവുക. ആ മുഖം ഒന്ന് കണ്ടെത്തി ഒഴിഞ്ഞൊക്കെ പോ, വണ്ടിയൊക്കെ വരുന്നത്. ഓണത്തിനൊരു പോവുകയാണല്ലേ? ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന കാണാം. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം. കാര്യം സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡ്. ഞാനിപ്പോൾ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോകാനായിട്ട് ബസ്സിൽ കയറി ഇരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 8:35 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് ഇതാ എടുത്തു. ഇവിടുന്ന് സുന്ദരപാണ്ഡ്യപുരത്തേക്ക് 12 രൂപയാണ് ടിക്കറ്റ്. ഇതിപ്പോൾ ഇവിടുന്ന് ആരംഭിക്കുന്ന സർവീസ് ആയതുകൊണ്ട് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഇവിടുന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോകണം. ഇപ്പോൾ ഈ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലേക്കാണ്. സുന്ദരപാണ്ഡ്യപുരം, ചുരണ്ട പോലുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് ബസ് എപ്പോഴും ഉള്ളത് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഈ രണ്ട് ബസ് സ്റ്റാൻഡും തമ്മിൽ ഏകദേശം 2 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട്. നമ്മളിപ്പം പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡ്. അന്യൻ സിനിമയിലെ രണ്ടൊക്കെ എന്നൊരു പാട്ടില്ലേ, ആ പാട്ടിൽ കുറേ പാറകളിൽ തമിഴിലെ പഴയ നടന്മാരുടെ പടം വരച്ച് വെച്ചത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അത് ഈ കാണുന്ന പാറയുടെ മുകളിലാണ്. ഇപ്പോൾ ഇവിടെ അറിയപ്പെടുന്നത് അന്യൻ പാറ വ്യൂ പോയിന്റ് എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ബിനോയും കൂടി സൂര്യാന്തി പൂക്കൾ കാണാനായിട്ട് വന്നത് ഈ കാണുന്ന സ്ഥലത്താണ്. അന്നിവിടെ ഇങ്ങനെ വെള്ളമൊന്നും കയറിയിട്ടില്ലായിരുന്നു, വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തായിരുന്നു അന്ന് കാർ പാർക്കിങ്. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി സുന്ദരപാണ്ഡ്യപുരം. നമ്മൾ ഇറങ്ങാൻ പോവുകയാണേ. സുന്ദരപാണ്ഡ്യപുരം എത്തി. അനൗൺസ് ചെയ്തു. സുന്ദരപാണ്ഡ്യപുരം അപ്പുറത്താണ്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം. ഇത് സുന്ദരപാണ്ഡ്യപുരം തന്നെയാണ്, പക്ഷേ അപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. അപ്പോൾ ഇതുപോലെ പറയുമ്പോഴേ നമ്മളെ പോലെ സ്ഥലം കറക്റ്റ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിലേ ഭയങ്കര ഉപകാരം. നമുക്ക് ടെൻഷൻ വേണ്ട. നമ്മൾ ആ സ്റ്റോപ്പ് എത്തുന്നതിന് മുന്നേ തന്നെ ഒരു അനൗൺസ് ചെയ്യും. വണ്ടി കണ്ടാൽ ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷേ സെറ്റപ്പാണ്. യെസ്, അങ്ങനെ നമ്മൾ സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡിലെത്തിയല്ലോ. ഇപ്പോൾ ഇറങ്ങാം. എൻ്റെ അമ്മേ, നമ്മൾ വന്നു.
നമ്മൾ വന്ന ബസ് ഇതാണ്. നമ്മുടെ സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അതിനകത്തൂടെ ഉള്ള ഒരു റോട്ടെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. സാധാരണ നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ ഹൈവേ കൂടെ അല്ലെങ്കിൽ മെയിൻ റോഡേ മാത്രം വന്ന് ഏതെങ്കിലും ഒരു സ്പോട്ട്, അതിപ്പം സുന്ദരപാണ്ഡ്യപുരം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ സൂര്യകാന്തിപ്പാടമാണ്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ തിരിച്ച് അതേപോലെ അങ്ങ് പോകും. നമ്മൾ ഈ ഉൾഗ്രാമങ്ങളിലോട്ട് സാധാരണ അങ്ങനെ കയറാറില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴിയൊക്കെ നടന്നു പോയി നമുക്ക് നോക്കാം. നമ്മൾ സൂര്യകാന്തിപ്പാടം ഒരു റീലെടുത്ത് നോക്കണം. എന്താ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെന്താ പറയുക, പിന്നെ പൂത്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഞൊടിച്ചിട്ട് നടത്തുകയാണ്. നടന്ന് ഒരു ആലിൻ്റെ മൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. തണലൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് നേരം അവിടേക്ക് ഒന്ന് ഇരുന്നിട്ട് പ്ലാൻ ചെയ്യാം എങ്ങോട്ടേക്ക് പോകണം എന്ന്. വേസ്റ്റുകൾ കൊണ്ട് തട്ടിയിരിക്കുന്നുണ്ട്. റോഡ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ആലും എല്ലാ വർഷവും ഒരു ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മലയാളികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ ഈ ഏക്കർ കണക്കിന് ഈ കാണുന്ന പാടം മുഴുവൻ സൂര്യകാന്തി ആയിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ സൂര്യകാന്തി ഒന്നുമില്ല, ഇപ്പം വേറെ കൃഷികളൊക്കെയാണ്. പക്ഷേ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ കാണാൻ ഒരു മഞ്ഞ കളർ കാണുന്നു. അപ്പം വിചാരിച്ച് സൂര്യകാന്തിയാണോ എന്നറിയാൻ മേലോ. അങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ജമന്തിയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇത് ബന്ദി പൂവാണ് ഈ പൂത്ത് കിടക്കുന്നത്. കുറച്ച് സ്ഥലത്തേ ഉള്ളൂ, ബാക്കിയൊക്കെ വേറെ വേറെ കൃഷിയാണ്. ഒരു ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ മൊത്തം സൂര്യകാന്തി ആയിരിക്കും. ഇപ്രാവശ്യം കാണുമായിരിക്കും, അറിയില്ല. ഇപ്പോൾ ജൂൺ ആയതല്ലേ ഉള്ളൂ, ജൂലൈയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. നമുക്കിനി വീണ്ടും നടക്കാം, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണാം. പക്ഷേ ഇവിടെ നിന്ന് കാണാൻ ഒരു അസാധ്യ ലുക്കാണ് കേട്ടോ. ഓരോരുത്തർ കുടയൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ഷോ. ഇത്തിരി വെയിലടിച്ചപ്പോഴത്തേക്ക് കറുത്ത് പോകുന്നത്. ആ മുഖം ഒന്ന് കണ്ടോ, ഒന്ന് കണ്ട് ഭയങ്കര ഷോ. എനിക്ക് കുടയും തരാതെ ഒറ്റയ്ക്ക് പോവുക. ആ മുഖം ഒന്ന് കണ്ടെത്തി പൊളിഞ്ഞൊക്കെ വണ്ടിയൊക്കെ വരുന്നു. അപ്പോൾ നമുക്കിനി ആ നേരെ കാണുന്ന വില്ലുമില്ല ഉണ്ടോ, നേരെ ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് നടന്ന് ഇങ്ങനെ പോവാം. പിന്നെ കാണുന്ന കാഴ്ചകളൊക്കെ ഒപ്പി എടുക്കാം. ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന കാണാം. ആ സമയമാകുമ്പോഴത്തേക്കാണ് ഇവിടെ ഈ സൂര്യകാന്തി സീസൺ തുടങ്ങുന്നതെന്നാണ് ഇപ്പം തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ ഇവിടെ, വേറെ പ്രത്യേകിച്ച് ഇവിടെ കാണാനായിട്ടൊന്നുമില്ല. പിന്നെ അങ്ങായിട്ട് ആൾക്കാരൊക്കെ നിന്ന് കൃഷി ചെയ്യുന്നതും ട്രാക്ടർ ഓടിപ്പോകുന്നതും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം. അപ്പോൾ അവിടുന്ന് ഒരു ആട്ടോ വരുന്നു. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം. കാര്യം ഇവിടുന്ന് ഇത്തിരി നടക്കാനുണ്ട്. നമ്മൾ കുറച്ചധികം നടന്നായിരുന്നു. അപ്പോൾ ഇനി തിരിച്ച് അങ്ങോട്ട് നടക്കുക എന്ന് പറയുന്നത് എൻ്റെ അമ്മ ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ആട്ടോയോ ബസ്സോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി നമുക്ക് നേരെ സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം. ഓക്കെ, ഒരു വണ്ടി വരുന്നുണ്ട്. അതിനകത്ത് ഇനി സ്ഥലം കാണുമെന്ന് അറിയില്ല. അവിടുന്ന് കാളക്കയറ്റി വരുക. നോക്കാം എന്തായാലും. നിർത്തുമോ? എന്താ കയ്യും കാണിച്ചുകൊണ്ട് ഒറ്റ ചെയ്യാൻ നിൽക്കുന്നു. വണ്ടിയും നിർത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കയറാം. അയ്യോ അമ്മ
ഓണത്തിനൊരു പോവാണല്ലേ? ആ പൈസ ഇങ്ങളല്ലേ കൊടുത്തത്? ഇവിടെ ഇങ്ങളെ കിളി പോയാ? അപ്പൊ ടാറ്റ. അങ്ങനെ സുന്ദരപാണ്ഡ്യപുരത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ തെങ്കാശിയിലെ പുതിയ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ ചെങ്കോട്ടയ്ക്ക് പോകണം. എന്നിട്ട് ചെങ്കോട്ടയിൽ ചെന്നിട്ട് ഒന്നെങ്കിൽ ഗുണ്ടാർ ഡാം അല്ലെങ്കിൽ കുംഭവരത്തേക്ക് പോകും. ഓക്കെ, പിന്നെ അവിടെ ചെന്നിട്ട് കാണാം.